നമസ്കാരം. ഇന്ന് നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഉണ്ണിയപ്പം വളരെ സ്വാദിഷ്ടമായിട്ട് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി ശരിയാവാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ സോഫ്റ്റായിട്ടും അതുപോലെ നല്ല രുചികരമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ശർക്കര 1.25 കപ്പ് ശർക്കര 250 ml കപ്പിന് ശർക്കര ചീകിയെടുത്തതിന് ശേഷം 1.25 കപ്പ് അളവാണുള്ളത്. ഇതിൻ്റെ ഗ്രാം മെഷർമെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എല്ലാം ഗ്രാം മെഷർമെൻറ്റിലും അതുപോലെ തന്നെ കപ്പ് മെഷർമെൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1.25 കപ്പ് ശർക്കര ചീകിയത്, അതുപോലെ തന്നെ അതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലെ പ്രധാന ചേരുവയായ പച്ചരിയാണ്. 2 കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് ഒരു പ്ലേറ്റിനകത്തോട്ടേക്ക് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിന്ന് മിക്സിയുടെ ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്കല്ലാതെ വേണമെങ്കിലും ചെയ്തെടുക്കാം. 4-5 ഏലക്കയുടെ കുരു മാത്രം എടുക്കുക. നമ്മൾ തൊലിയോട് കൂടി ഇട്ട് കൊടുക്കരുത്. 4-5 ഇതുപോലെ കുരു എടുത്തതിന് ശേഷം പച്ചരിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയിലിപ്പോൾ വളരെ ചെറിയൊരു ചൂട് മാത്രമാണുള്ളത്. നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്ന ചെറിയൊരു കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ചൂട് മാത്രം. അരച്ചെടുക്കുന്ന പാകം എന്ന് പറയുന്നത് മാവ് നമ്മൾ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു തരിതരിപ്പ് പോലെ വേണം. അതായത് ഒത്തിരി സോഫ്റ്റ് ആകുന്ന രീതിയിൽ അരച്ചെടുക്കരുത്. ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ ഇങ്ങനെ തരി പോലെ ഇരിക്കണം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ 2-3 തവണയായിട്ട് ഞാനിപ്പോൾ മാവ് അരച്ചെടുത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ബാക്കി വന്ന ഒരു ഇത്തിരി പച്ചരിയാണുള്ളത്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് പഴമാണ്. ഞങ്ങളിവിടെ പുറത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാളയംകോടൻ പഴം കിട്ടാനില്ല. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഏകദേശം ആ ഒരു രുചി വരുന്ന ഒരു പഴമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു വലിയ പഴമാണ് ഞാൻ ഈ ഒരു റെസിപ്പിക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നാട്ടിൽ നിന്ന് പാളയംകോടൻ പഴം കിട്ടി അത് ഉപയോഗിക്കുകയാണെങ്കിൽ 2 പഴം തുടങ്ങി 3 പഴം വരെ നിങ്ങൾക്ക് ഈ ഒരു അളവിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ നിന്നും കുറച്ച് ഭാഗം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ഇത്തിരി ശർക്കരപ്പാനി നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. അവസാനം മാവ് പുളിച്ചതിന് ശേഷം മാവ് നല്ലതുപോലെ കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ശർക്കരപ്പാനി ആ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. പഴം ചേർത്തും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതുകൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് മുഴുവനായിട്ട് ഒന്ന് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ മറക്കരുത്. കാരണം പഴം നമ്മൾ അവസാനമാണ് ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു രുചി എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മാവ് കുറഞ്ഞത് 6 മണിക്കൂർ തുടങ്ങി 7 മണിക്കൂറെങ്കിലും പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഞാനൊരു 7 മണിക്കൂറിനടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിക്കൂറിന് ശേഷം ഞാൻ ഇതുപോലെ ചീനച്ചട്ടിയിലോട്ടേക്ക് കുറച്ചൊരു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഉപയോഗിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കാം. ഏകദേശം ബ്രൗൺ കളറാകുന്ന രീതിയിലാണ് വറുത്തെടുക്കേണ്ടത്. ഇവിടെ ഞാൻ എള്ള് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇവിടെ തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ മോനൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തേങ്ങാക്കൊത്തും എള്ളും നെയ്യിൽ വറുത്തെടുക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ഇത്തിരി ഉപ്പ് നമ്മുടെ മാവിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. പിന്നെ നമ്മൾ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള എള്ളും അതുപോലെ നിങ്ങൾ തേങ്ങ വറുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, പാളയംകോടൻ പഴം കിട്ടുവാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. അതുപോലെ തേങ്ങ വറുത്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ വറുത്ത് ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് വെളിച്ചെണ്ണയും നെയ്യും കൂടിയാണ് അതിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നീട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. കാരയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ തന്നെ എണ്ണ വേണം. ഇനി നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ഗ്ലാസ് വായുഭാഗമുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ മാവ് ഒഴിച്ചു കൊടുക്കാനും അതുപോലെ ഉണ്ണിയപ്പം നല്ല ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും കഴിയും. നമ്മൾ മുന്നത്തെ 2-3 റെസിപ്പിയിൽ ഇതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം എപ്പോഴും മാവ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ പറ്റുന്നത് പെട്ടെന്ന് ഉണ്ണിയപ്പം പൊങ്ങി വരും. പക്ഷേ ഉൾഭാഗം നമുക്കൊരു കറക്റ്റായിട്ട് കിട്ടില്ല. കളറ് പെട്ടെന്ന് മാറി കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല തിളച്ചെണ്ണയിലോട്ടേക്ക് മാവ് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി സമയമെടുത്ത് 2 സൈഡും കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കളർ മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ഏകദേശം നമുക്കറിയാലോ ഉണ്ണിയപ്പത്തിൻ്റെ പാകം. ആ ഒരു കളറൊക്കെ മാറി വരുമ്പോൾ എണ്ണയിൽ നിന്ന് വറുത്ത് കോരാവുന്നതാണ്. ഇത് അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്.
ഈ ഒരു ഉണ്ണിയപ്പം എന്ന് പറയുന്നത് അസാധ്യ രുചിയാണ്. നിങ്ങൾ തീർച്ചയായും തയ്യാറാക്കി നോക്കുക. നമ്മൾ 2-3 രീതിയിൽ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ഉണ്ണിയപ്പം ചെയ്തിട്ടുണ്ട്. അതുതന്നെ കണ്ണൂർ സൈഡിൽ ചെയ്യുന്ന ഒതൻറ്റിക് ആയിട്ടുള്ള രീതി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അരിപ്പൊടിയൊക്കെ വെച്ച് ചെയ്യുന്ന റെസിപ്പിയും ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇനി മിക്കവരും എണ്ണം ചോദിക്കാറുണ്ട്, എത്ര എണ്ണം വരെ നമുക്ക് ചുട്ടെടുക്കാം ഈ ഒരു അളവിൽ എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു 2 കപ്പ് പച്ചരി വെച്ച് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ 45 തുടങ്ങി 50 ഉണ്ണിയപ്പം വരെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു 45 ഉണ്ണിയപ്പാണുള്ളത്. അപ്പോൾ ഇതിലും ചെറിയ ഇതിലാണ് നിങ്ങൾ റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ 50 ഉണ്ണിയപ്പം വരെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.